പ്രശ്നം അതിവേഗം പരിഹരിക്കാൻ പറ്റും എന്ന് CIT-ന് ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഉറപ്പായും CIT-ന് ഉറപ്പ് കൊടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ചുമട്ടുതൊഴിലാളികളുടെ പ്രതിഷേധമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചുമട്ടുതൊഴിലാളികളുടെ പ്രതിഷേധം വളരെ ന്യായമാണ്. നിങ്ങൾ കണ്ടു ഈ പ്രദേശത്തൊരു പ്രയാസം. ഇപ്പോൾ ഇവിടെ ഹാർബർ ആയതിനു ശേഷം ഈ പൊഴി മൂടില്ല എന്നാണ് പൊതുവെ ശാസ്ത്ര സാങ്കേതിക തലം പറഞ്ഞത്. എന്നാൽ ഇത് പ്രത്യേക പ്രതിഭാസമാണ്. സ്വാഭാവികമായും ഈ ഹാർബർ ആവുന്നതിന് മുന്നേ പൊഴി മൂടുന്നതിനേക്കാൾ രൂക്ഷമാണ് ഇപ്പോൾ ഈ പൊഴി കണ്ടാൽ. ഇത് അടിയന്തരമായി ആ പൊഴി മുറിച്ച് നീരൊഴുക്ക് കൃത്യമായും വിട്ടില്ലെങ്കിൽ വല്ലാത്ത പ്രയാസം നാടിനാകെ ഉണ്ടാവും. അതുമാത്രമല്ല, ഒരു മാസമായി തൊഴിലാളിക്ക് പണിയെടുക്കാൻ വേണ്ടി പോകുന്നില്ല. വെള്ളം കടലിൽ ഇറക്കാനാവുന്നില്ല. ഇത് മാറ്റി ട്രഡ്ജ് ചെയ്ത് മണ്ണ് മാറ്റിയേ മതിയാവും. തൽക്കാലം ട്രഡ്ജ് ചെയ്ത് മണ്ണ് മാറ്റിയതിന് ശേഷം ശാശ്വതമായ പരിഹാരം കാണാനാവുമോ എന്നുള്ള പരിശോധനയും പരിഹാരം ഉണ്ടാവണം. മന്ത്രി എന്ന് CIT നേതാക്കൾ കാണുന്നുണ്ടോ? ഉറപ്പ്. ഇന്നിപ്പോൾ CIT-ന് നേതൃത്വവുമായി സംസാരിക്കുന്നുണ്ട്. മന്ത്രിയുമായി CIT-ന് നേതൃത്വം എന്ന് മന്ത്രിയുമായി സംസാരിക്കുന്നുണ്ട്. ഇന്ന് പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഇന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രി ശിവൻകുട്ടിയും ബന്ധപ്പെട്ട CIT നേതൃത്വവും ഇന്ന് 11 മണിക്ക് തിരുവനന്തപുരത്ത് നമ്മളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ച ചെയ്തതിനു ശേഷം ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കും. ഇന്നോ നാളെയോ ട്രഡ്ജർ ഇവിടെ എത്തുമെന്നാണ് കാണുന്നത്. ഉറപ്പായും മന്ത്രി സുതാര്യമായി ഇടപെടണം. ഇവിടുത്തെ ഗൗരവം കാണണം. ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം യാഥാർത്ഥ്യമാണ്. ഈ പ്രതിഷേധം യാഥാർത്ഥ്യമാണെന്ന്. അപ്പോൾ ഇവിടുത്തെ ഈ പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഈ ഗവൺമെൻറ് ഒരുപാട് ഇടപെടൽ നടത്തുന്നുണ്ട്. ഇവിടുത്തെ പ്രയാസങ്ങൾ വീണ്ടും പുല്ലിമുട്ടിവിടെ കൃത്യമായും ഒരു 10-100 മീറ്റർ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. കേട്ടാ, ഇവിടുത്തെ സാങ്കേതിക പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വീണ്ടും ഇവിടുത്തെ ടെക്നോളജി പ്രയോജനപ്പെടുത്തി ഒരു 10-100 മീറ്റർ പുലിമുട്ട് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഇന്നുള്ള പ്രയാസങ്ങൾ ഇപ്പോൾ പുതുതായി വന്നതാണ്. അത് നമുക്കറിയാം, പ്രതിഭാസമാണ്. ആ പ്രതിഭാസം ഇന്ന് അടിയന്തരമായി മണ്ണ് മാറ്റുക എന്നുള്ളതാണ് അതിന് അടിയന്തര പരിഹാരം. അതിനുശേഷം അതിൻ്റെ സാങ്കേതിക തലം മനസ്സിലാക്കി മേലിൽ ഒരു കാരണവശാലും ഇത് മണ്ണ് ഇവിടെ അടിഞ്ഞുകൂടാതിരിക്കാനുള്ള സാങ്കേതിക ഇടപെടൽ നടത്തുന്ന കാര്യം സംശയം വേണ്ട. മറ്റൊരു വസ്തുത കൂടെ ഉണ്ട്. അതായത് ഈ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ നിരവധി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മുൻകൈയെടുത്തുകൊണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി. ആ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 156 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി. ആ പ്രോജക്റ്റ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ അതിൽ കുറേ കാര്യങ്ങൾ കൂടി മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ് അത് തിരിച്ചു നൽകി. അതിനുശേഷം വീണ്ടും അത് മാറ്റം വരുത്തി കൊടുത്തു. 3 മാസം ആ പ്രോജക്റ്റ് അനുവദിച്ച പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൽ അതിന്റെ മേൽ അടയിരുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. അതല്ല, ഈ പറയുന്ന രണ്ടാണ്. ഒന്ന് ഡ്രഡ്ജിംഗ് ആണ്. ഇപ്പൊ നടത്തുന്ന ഡ്രഡ്ജിംഗിന്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരാണ്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ പുലിമുട്ടിന്റെ നിർമ്മാണ വൈകല്യം പരിഹരിക്കാതെ നമുക്ക് ഈ പറയുന്ന മണൽ വന്ന് മൂടുന്നത് ശാശ്വതമായി പരിഹരിക്കാൻ കഴിയില്ല. അതിൽ ട്രെഡ്ജ് സ്ഥിരമായിട്ട് ട്രെഡ്ജ് ചെയ്ത് മണ്ണ് മാറ്റണം. അത് മറ്റിപ്പോ നീണ്ടകര പോലെ മറ്റ് തുറമുഖങ്ങൾ പോലെ ഇവിടെയും അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിന് വേണ്ടുന്ന നടപടികളാണ് സർക്കാരുമായിട്ട് ആലോചിച്ച് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ CIT എന്നുള്ള നിലയിൽ ഇന്ന് നമ്മൾ ഈ പറഞ്ഞ നേതാക്കന്മാരും മന്ത്രിയുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഉണ്ടാക്കും.